ഹലോ ആ ഹലോ അസ്സലാമു അലൈക്കും. അലൈഹിസ്സലാം റഹ്മത്തുള്ള. ഇത് റിയാക്ടിങ് വീഡിയോ അതെ, ചെയ്യുന്ന ആളല്ലേ? എൻ്റെ പേര് മൻസൂർ ഭായ്. പറഞ്ഞോളൂ. നിങ്ങള് വീഡിയോയിൽ നമ്മള് കേരളത്തിലുള്ള പാരമ്പര്യ മുസ്ലിങ്ങളൊക്കെ ശക്തമായി വിമർശിക്കുന്ന രൂപത്തിലുള്ള കാര്യമാണ് കാണുന്നത്. എങ്ങനെ? നിങ്ങള് വീഡിയോയിലേ നമ്മുടെ കേരളത്തിലുള്ള പാരമ്പര്യ മുസ്ലിങ്ങളൊക്കെ ശക്തമായി വിമർശിക്കുന്ന വീഡിയോസ് ആണ് കാണുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ തമ്മിൽ ചളിവാരി ഇട്ടേക്കുന്നത് നല്ലതാണോ? ഏയ്, ഒരിക്കലും അല്ല. സുന്നി വഴിയാ തന്നെയല്ലേ ശരി? എങ്ങനെ? നിങ്ങളൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞോളൂ. സുന്നികൾ ചെയ്യുന്നതല്ലേ ശരി? ആരാണ് സുന്നികൾ എന്നുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത്? കേരളത്തിലുള്ള സമസ്ത പോലെ കേരളത്തിൽ ഇസ്ലാം. നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് മുബഷിറാണ്. മുബഷിർ, എവിടുന്ന് വിളിക്കണേ? ഞാന് വേങ്ങര. വേങ്ങര, മലപ്പുറം കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മണ്ഡലം. അപ്പൊ വേങ്ങര കോയപ്പാപ്പാന്റെ ഒക്കെ പരിസരമായിരിക്കും അല്ലേ? ഓക്കെ. താങ്കൾ പറഞ്ഞത്, ഞാൻ ആദ്യം പറഞ്ഞു വന്നത് കേരളത്തിലെ പാരമ്പര്യ മുസ്ലിങ്ങളെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. അതെ. പിന്നെ ഒന്ന് രണ്ട് വീഡിയോസ് കണ്ടു. അപ്പൊ നിങ്ങള് ഇതിലിങ്ങനെ ശക്തമായിട്ട് വിമർശിക്കുന്നുണ്ട്. ഏത് വീഡിയോ താങ്കൾ കണ്ടേ? ഒന്നാമത് നമ്മുടെ സുന്നികൾ. അങ്ങനെയല്ലേ, ഒരു സ്പെസിഫിക് ആയിട്ടൊരു വീഡിയോ പറയോ? ഏതെങ്കിലും വിഷയം, ഇന്ന വീഡിയോ എന്നൊന്നും പറയണ്ട. ഏത് വിഷയത്തിൽ പറഞ്ഞതാണെന്ന് എങ്കിലും ഒന്ന് പറയാൻ കഴിയോ? ഞാനിത് കണ്ടത് മറ്റേ മൗലീദുമായി ബന്ധപ്പെട്ടിട്ടുള്ള മങ്കൂസ് മൗലീദിന്റെ വിഷയമാണ് ഇന്നലെ കണ്ടത്. അപ്പൊ അതിലുള്ള ചരിത്ര സംഭവങ്ങൾ നിങ്ങളത് കളവാണ് എന്ന രൂപത്തിലാണ് നിങ്ങളത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു ഫൈസൽ മുസ്ലിയാരെ ഒരു വീഡിയോ ഉണ്ടല്ലോ, അതിന് മറുപടി ആയിട്ട് ഏതൊരു മങ്കൂസ് മൗലൂദിന്റെ 50 കളവ്, അത് കുറെ മുമ്പ് ചെയ്ത വീഡിയോ ആണ് തോന്നുന്നു നിങ്ങളത്. അതെ, കുറച്ച് മുമ്പുള്ളതാ. എനിക്ക് തോന്നുന്നു ഒരു വർഷത്തോളമായി. 1 വർഷം മുമ്പുള്ള തോന്നുന്നു. പിന്നെ ഇടയ്ക്ക് കാണുന്നുണ്ട്. മുബഷിറിന് എന്താണ് ആ ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയില് എന്താണ് തെറ്റായിട്ട്, ഞാൻ പറയുന്ന തെറ്റായിട്ട് തോന്നിയത്? തെറ്റായത് ഒന്നാമത് അതൊക്കെ ഒരു ചരിത്ര സംഭവങ്ങളാണ്. അത് പിന്നെ അല്ല, നിങ്ങള് അത് സ്വഹിയായ ഹദീസുകൾ മാത്രം സ്വീകരിക്കുക എന്ന് പറഞ്ഞാല് അത് ശരിയായ രീതിയല്ലല്ലോ. അപ്പൊ മൗദൂആയിട്ട് കെട്ടിണ്ടാക്കിയ ഹദീസും സ്വീകരിക്കണം. അത് കെട്ടിണ്ടാക്കിയതെന്നുള്ളതല്ല. അത് നമ്മള് ഇപ്പൊ നമ്മൾ ഈ ഹദീസിന്റെ വിഷയത്തില് നമ്മള് റസൂലുള്ളാഹി വഫാത്തിന് ശേഷം പറഞ്ഞോളൂ. അങ്ങനെ തിരക്കിലാണ്, ഫോൺ കട്ടായി പോയി. ഞാൻ തിരക്കിലല്ല. ഓക്കെ. ഹലോ. പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് നമ്മള് സ്വഹിയായ ഹദീസുകൾ മാത്രം പരിഗണിച്ചാൽ പോരല്ലോ. കെട്ടിണ്ടാക്കിയതൊക്കെ നമ്മൾ പരിഗണിക്കണം എന്നാണ് നമ്മളിപ്പോ പണ്ഡിതന്മാര് സ്വീകരിക്കുന്ന കൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമ്മള് റസൂലുള്ളാഹി വഫാത്തിന് ശേഷം 100 വർഷത്തിന് ശേഷമാണ് നമ്മൾ ഹദീസുകൾ ക്രോഡീകരിക്കുന്നത്, ക്രോഡീകരണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നത്. അപ്പൊ അന്ന് പിന്നെ അന്നത്തെ രാജാവ് അതിനൊരു നിർദ്ദേശം കൊടുക്കുന്നു. അങ്ങനെയാണ് ഹദീസുകളുടെ ഒരു ക്രോഡീകരണം സംഭവിക്കുന്നത്. അതില് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ വൈരുദ്ധ്യങ്ങൾ വന്നു. അങ്ങനെയാണ് പിന്നെ നമ്മളൊരു മദ്ഹബിലേക്ക് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോ പിന്നെ ബുഖാരി ഇത് ഉണ്ടാകുന്നത് പിന്നെ അതും കഴിഞ്ഞ ശേഷമാണല്ലോ സ്വഹിയായ. അപ്പൊ ഈ സ്വഹിയായ ഹദീസുകൾ ഇപ്പോ ഹനഫി മദ്ഹബ് ഇറാൻ ഭാഗത്ത് വന്നിട്ടുള്ള ഹദീസുകളാണ്. മാലിക്ക് പിന്നെ മക്ക മദീന ആ ഏരിയയിൽ നമുക്ക് കിട്ടിയ ഹദീസുകളുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ മദ്ഹബാണ്. പിന്നെ ഷാഫി മദ്ഹബ് എന്ന് പറയുമ്പോൾ
ഇത് രണ്ടും സമന്വയിച്ചുണ്ടാക്കിയതാണ്. പിന്നെ ഹംബലി മദ്ഹബ് എന്ന് പറയുമ്പോൾ സ്വഹിയായ ഹദീസുകളെ ഉണ്ടാക്കിയ ഒരു മദ്ഹബാണ്. അപ്പൊ നാലാളൊരു മദ്ഹബ് സ്വീകരിച്ച പിന്നെ നമ്മുടെ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അല്ലേ? അത് ക്ലിയർ ആവും. ഓക്കെ. അപ്പൊ താങ്കൾ ഇപ്പൊ പറഞ്ഞ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാന്റെ അഭിപ്രായ പ്രകാരം സ്വഹീഹായ ഹദീസുകൾ മാത്രമാണ് സ്വീകരിക്കാൻ പാടുക എന്നുള്ളത് താങ്കൾ ഇപ്പൊ പറഞ്ഞതിൽ അംഗീകരിക്കുന്നുണ്ട് അല്ലേ? കൂടുതൽ അതാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാന്റെ അഭിപ്രായങ്ങളാണ് കൂടുതലും പഠിക്കുന്നത്. ഞാൻ ദീന് കൂടുതൽ പഠിച്ചിട്ടുള്ളത് സൗദി അറേബ്യയിൽ നിന്ന് ജാലിയത്ത് വഴിയൊക്കെയാണ്. അപ്പോ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല മുന്നോട്ട് വെക്കുന്ന അഭിപ്രായങ്ങളോട് കൂടുതൽ ഞാൻ അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. ഈ മദ്ഹബ് എന്നുള്ളത് നമുക്ക് പഠന വിഷയമാക്കാനുള്ളതാണ്, അത് നമ്മൾ ഒരെണ്ണം സ്വീകരിക്കാനുള്ളതാണ് എന്നാണോ മുഹമ്മദ് മുബഷിർ മനസ്സിലാക്കിയത്? അംഗീകരിക്കൽ നിർബന്ധമാണ് എന്നാണോ? നിർബന്ധമാണ്. അതാണ് പണ്ടത്തെ ഖലീഫ നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ നിർബന്ധം എന്ന് ഖിലാഫത്ത് കഴിഞ്ഞതിന് ശേഷമാണ് മദ്ഹബിന്റെ ഇമാമിമുകൾ വരുന്നത്. അത് പോട്ടെ. ഈ നാലാളൊരു മദ്ഹബ് ശരി, നാലാളൊരു മദ്ഹബ് സ്വീകരിക്കൽ നിർബന്ധമാണ് എന്ന് പറയുമ്പോൾ അത് ഫർളായി. നിർബന്ധം നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ നിർബന്ധമല്ല, നിർബന്ധമാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പോ നായ തൊട്ടാല് 7 തവണ കഴുകണം, അതിൽ 1 മണ്ണുകൊണ്ട്. അങ്ങനെ ഒരു പക്ഷമുണ്ട്. അതേ സമയത്ത് വേറെ മദ്ഹബില് കാണാൻ സാധിക്കും 3 തവണ കഴുകിയാൽ മതി. അപ്പൊ അങ്ങനെ പല വ്യത്യാസങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. മദ്ഹബ് 4 മദ്ഹബ് പ്രകാരം നായ എന്ന വിഷയത്തിൽ നിങ്ങൾ ആ വിഷയം പറഞ്ഞത് നന്നായി. 4 മദ്ഹബിലും 4 അഭിപ്രായമാണുള്ളത്. 4 അഭിപ്രായം. നായ നജസല്ലാത്തൊരു മദ്ഹബ് ഉണ്ട്, മാലിക്. അപ്പൊ അതും നിങ്ങൾക്ക് അറിയാം. നായ തൊട്ട കാര്യങ്ങൾ കഴുകൊക്കെ വേണം, എന്നാൽ അത് നജസാണ് എന്ന് അഭിപ്രായം ഇല്ലാത്ത, കഴുകൽ നിർബന്ധമാണ് എന്നാൽ നജസാണ് എന്ന അഭിപ്രായം ഇല്ലാത്ത മദ്ഹബും ഉണ്ട്. അപ്പോ ഇങ്ങനെ വൈരുദ്ധ്യം വന്നത് എന്തുകൊണ്ടാ? നമ്മള് 100 വർഷത്തിന് ശേഷമാണ് നമ്മള് ഇതൊക്കെ ക്രോഡീകരിക്കാൻ തുടങ്ങിയത്. നിങ്ങൾ മദ്ഹബിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു. നിങ്ങളും ഇമാമേതാ? ഞാൻ ഷാഫി. അപ്പൊ നിങ്ങളെ ഇമാമ് ഷാഫിയാണ്. മുബഷിറെ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ മയ്യത്ത് കുയ്യിന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ മറവ് ചെയ്തതിന് ശേഷം ഒരു തൽക്കീൻ ചെല്ലുമല്ലോ. തൽക്കീൻ ചെല്ലുമ്പോ നമുക്ക് ഇമാമെന്ന് പിന്നെ മുക്രി അല്ലെങ്കിൽ മൊല്ലാക്കി പറഞ്ഞു തരുന്നത് ഏതാണ്? അത് 3 ചോദ്യങ്ങളാണ്. അല്ല, അവിടെ നമ്മുടെ ഇമാം ആരാണെന്ന് തൽക്കീൻ എന്ന് പറഞ്ഞുകൊണ്ട് ചൊല്ലുന്ന കാര്യത്തിലൂടെ അത് മന്നബിയുക്ക മൻദീനുക്ക അവിടെ നിൽക്കട്ടെ, അതെല്ലാവർക്കും ഒന്നാണ്. മൻ ഇമാമുക്ക എന്ന് പറയുമ്പോൾ അവിടെ മൊല്ലാക്കെ മൗലിയരോ കാലിയരോ ഉസ്താദോ മുദരിസോ ഖത്തീബോ ആരോ ആവട്ടെ, അവിടെ ചിലപ്പോൾ ഒരു കൊടയും കുത്തിപ്പിടിച്ചിരുന്നിട്ട് അല്ലെങ്കിൽ അവിടെ ഇരുന്നിട്ട് ചൊല്ലലുണ്ട്. അവിടെ ഇമാമ് എന്ന് പറഞ്ഞുകൊണ്ട് മയ്യത്തിനോട്, കേൾവി നഷ്ടപ്പെട്ട മയ്യത്തിനോട് പറഞ്ഞു കൊടുക്കുന്നത് ഏതാ? ഇമാമ് റസൂൽ എന്നല്ല. ഇനി അടുത്തൊരാൾ മരിക്കുമ്പോ, നിങ്ങൾ മരിക്കണതിന്റെ മുമ്പേ അത് മനസ്സിലാക്കണം. നിങ്ങൾ അവിടെ നമ്മുടെ ഇമാമായിട്ട് ഖുർആന് എന്നാണ് ആ മുക്രിയ മൊല്ലാക്കി അവിടെ പറയുന്നത്. ആ മനുഷ്യൻ ചിലപ്പോൾ ഒരു 60, 70, 80, 100 വയസ്സ് വരെയൊക്കെ ജീവിച്ച മനുഷ്യനോട് മരിക്കോളം പറഞ്ഞു കൊടുത്തിരിക്കുന്നത് നിങ്ങളെ ഇമാമ് ഷാഫി, നിങ്ങളെ ഇമാമ് ഹംബലി, നിങ്ങളെ ഇമാമ് മാലിക്കി, നിങ്ങളെ ഇമാമ് ഹനഫി, ഇതിലേതെങ്കിലും ഒന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് മരിച്ചു കഴിഞ്ഞപ്പോ അതിന്റെ കേൾവി നഷ്ടപ്പെട്ടപ്പോ ഈ മൊല്ലാക്കി ഇരുന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഇമാമ് ഖുർആനു ശരീഫി എന്ന് പറഞ്ഞ് പാട്ടുപാടും അവിടെ. ഓക്കെ. അവിടെ ആ മൂല്യര് പറയുന്ന, അല്ലെങ്കിൽ ഈ കേരളക്കരയിലുള്ള മൊല്ലാക്കന്മാര് മൂല്യന്മാരൊക്കെ പറയുന്നത്, മരിച്ച് മണ്ണിന്റെ അടി കൊണ്ടുവച്ചിട്ട് മൂടലും വെച്ച് വെള്ളം വെച്ചിട്ട് തൽക്കീൻ ചെല്ലുമ്പോ ഖുർആനാണ് നിങ്ങളുടെ ഇമാമ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് ആ ഏതെങ്കിലും മയ്യത്തിന് അത് ചൊല്ലിക്കൊടുക്കുമ്പോ അതെങ്കിലും നിങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി കിട്ടുമായിരുന്നു. അല്ല, അത് നമ്മള്
ഇപ്പൊ നമ്മുടെ റസൂൽ വഫാത്തിന് ശേഷം ഉണ്ടായ ചില സംഭവ വികാസങ്ങള് എന്താണ്? അപ്പൊ അങ്ങനെയൊക്കെ ഇല്ല, നമ്മള് അന്ന് ഹദീസുകൾ നമ്മൾ ക്രോഡീകരിച്ചിട്ടില്ല. ശരി. അപ്പൊ നമ്മൾ ഈ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങള്, പിന്നെ ഷിയാക്കളെ ഉത്ഭവവും കാര്യങ്ങളൊക്കെ അന്നത്തെ കാലമല്ലല്ലോ. ഇന്നൊക്കെ ഹദീസുകൾ ക്രോഡീകരിച്ചു കഴിഞ്ഞ് നമ്മുടെ വിരൽത്തുമ്പിൽ ഹദീസ് ഉണ്ട്. എന്നിട്ട് നമ്മൾ മാറൂല. ഒരു മതത്തിലേക്ക് നമ്മൾ എത്തിപ്പെടേണ്ട സാഹചര്യം അങ്ങനെ ഉണ്ടായി. ആയിക്കോട്ടെ മുബഷിറെ, ഇവിടെ ഉള്ളത് എന്താ അറിയോ? തത്തമ്മയെ പൂച്ച തത്തമ്മക്ക് പാടിക്കൊടുത്ത തത്തമ്മ അതിന്റെ അത് മരിക്കോളം ഈ പറച്ചിലാണ് ഇപ്പൊ നമ്മള് ചെയ്യണം എന്ന് നിങ്ങൾ പറയുന്നത്. ഇനി എന്റെ മുബഷിറിനോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയ ഖുർആനുൽ ഷരീഫ്, അതാണ് നിങ്ങളുടെ ഇമാമ്. ആ ഇമാമില് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ മദ്ഹബ് എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധമായിക്കൊണ്ട് സൂറത്ത് നിസാ 59 ആയത്ത് അറിയോ നിങ്ങൾക്ക്? യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ എന്ന് പറയുന്ന ഒരു ആയത്ത്. അതിൽ പറയുന്നത് വിശ്വാസികളെ, അതായത് വിശ്വസിച്ചവരോടാണ്, സത്യവിശ്വാസികളോടാണ് അള്ളാഹ് പറയുന്നത്, നിങ്ങൾ അള്ളാഹിനെ അനുസരിക്കുക, അത്തിഉല്ലാഹ് വ അത്തിഉർ റസൂല, നിങ്ങൾ അള്ളാഹിന്റെ റസൂലിനെ അനുസരിക്കുക. ഓക്കെ, ഇത് നിരുപാധികമാണ്. ഇവിടെ നമുക്ക് പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഒന്നുമില്ല. സമേന വാസവന, അള്ളാഹ് എന്തേ പറഞ്ഞത് അതേപടി അനുസരിക്കുക, അള്ളാഹിന്റെ റസൂൽ എന്തേ പറഞ്ഞത് അതേപടി അനുസരിക്കുക. അത് കഴിഞ്ഞ് ആ ആയത്തിൽ തന്നെ വരുന്നുണ്ട് ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ എന്നൊരു ഭാഗം വരുന്നുണ്ട്. അതായത് നിങ്ങളിൽ നിന്നുള്ള വൗലിൽ അംരി മിൻകും എന്ന് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്നത്. വൗലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും നിങ്ങളുടെ ഉമറാക്കളെയും നിങ്ങളുടെ ആളുകളായിട്ടുള്ള കൈകാര്യകർത്താക്കളായിട്ടുള്ള ഉമറാക്കളായിട്ടുള്ള അല്ലെങ്കിൽ ഭരണാധികാരികളായിട്ടുള്ള ആളുകളെയും നിങ്ങൾ അനുസരിക്കണം. പക്ഷെ അത് നേരത്തെ അത്തിയുല്ലാഹു അത്തിയുർ റസൂല പറഞ്ഞ പോലെയല്ല, നിരുപാധിക അല്ലാതെ. അവിടെയാണ് അല്ല ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ എന്ന് പറഞ്ഞാൽ ഈ കൈകാര്യകർത്താക്കൾ 2, 3, 4 അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫറുദ്ദൂഹു, നിങ്ങൾ റദ്ദ് ചെയ്യണം, ഇലല്ലാഹി അള്ളാഹുലേക്ക്, വറസൂൽ അള്ളാഹുവിന്റെ റസൂലിലേക്ക്. ഇത്രേ ഉള്ളൂ സാഹിബ്. ഈ മദ്ഹബ് എന്ന് പറഞ്ഞാൽ മദ്ഹബിന്റെ ഇമാമിങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കണം. അത് അന്ധമായിട്ട് തലന്റെ ഉള്ളിൽ കയറ്റിച്ചിട്ട് ഏറ്റിയും കൊണ്ട് നടക്കരുത്. അവരെ നമ്മൾ പഠന വിഷയമാക്കണം. അവര് ഗവേഷണം ചെയ്തത് നമ്മൾ പഠിക്കണം. അവര് 2 അഭിപ്രായം വന്നാൽ എന്ത് ചെയ്യണം? ഇന്നത്തെ കാലത്ത് 100 കൊല്ലം മുമ്പ് ഒരു കാക്ക ഈ തരത്തിൽ വിചാരിച്ച പെട്ടെന്ന് നടന്നോളണമെന്നില്ല. ഉസ്താദന്മാർ പറഞ്ഞതേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇന്ന് മുഹമ്മദ് മുബഷിറിനും മൻസൂർ മണ്ണാർക്കാടിനും ഒക്കെ ഇന്ന് ഒരു ഹദീസ്, ആ ഹദീസിന്റെ ഉസൂല് പഠിക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കും. നമുക്കത് ലോകത്ത് ഏത് ഭാഷയിലും നമുക്കത് അവൈലബിൾ ആണ്. നമ്മള് ഇതൊക്കെ ഉസ്താദന്മാർക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറയുന്ന 100 കൊല്ലം മുമ്പേ അല്ല, നമ്മൾ ആ ജാഗ്രതാ കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്ന മുബഷിറെ. നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. അള്ളാന്റെ റസൂലിനോട് ജിബ്രീൽ എന്ന മാലാഖ വന്നിട്ട് ആദ്യമായിട്ട് പറഞ്ഞത് എന്താ? വായിക്കണം മുബഷിറെ. ഞാനും നിങ്ങളും നമ്മുടെ മക്കളും ഒക്കെ നമ്മൾ അത് വായിക്കണം, നമ്മൾ പഠിക്കണം. പഠിക്കാനാ പറഞ്ഞിട്ടുള്ളത് അല്ലേ? നമ്മളിത് പഠിക്കാതെ ഈ ഉസ്താദന്മാര് പറഞ്ഞു, പണ്ഡിതന്മാര് പറഞ്ഞു. ആരാണ് പണ്ഡിതൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും. ഓക്കെ, താബിഈങ്ങള്, തബഉ താബിഈങ്ങള്. പിന്നീടാണ് ഇങ്ങോട്ട് മദ്ഹബും മറ്റുള്ള നൂലാമാലകളും വരുന്നത്. മദ്ഹബിനെ ഞാൻ ഒരിക്കലും തള്ളുന്നില്ല. അത് അന്ധമായിട്ട് ഞാൻ സ്വീകരിക്കൂല. ഞാനൊരു മുഖല്ലിദല്ല, തഖലീദ് ചെയ്യുന്ന ആളല്ല. എന്റെ ഇമാമ് ഖുർആനാണ്. നിങ്ങൾ ഇമാമ് ഷാഫി ആകുമ്പോ എന്റെ ഇമാമ് ഖുർആനാണ്. ഷാഫി ഇമാമ് ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളത്, ഫിഖിന്റെ ഇമാമ് എന്നാണ് ഷാഫി ഇമാമിനെ പറയാ. ഫിഖിന്റെ ഇമാം, ഫിഖ് സംബന്ധമായിക്കൊണ്ട് ഓക്കെ, അഖീദാപരമായിക്കൊണ്ട് പേച്ചിട്ട് ഫിഖ്മ, അതായത് കോഴിയുടെ കാലുമ മുടിയിട്ടിയത് കണ്ടിട്ടുണ്ടോ നിങ്ങളെ ജീവിതത്തിൽ എപ്പോഴേലും? കോഴിയുടെ കാലുമ മുടിയിട്ടാല് ഉള്ള ഒരവസ്ഥയാണ് ഈ ഫിഖ്മ കെട്ടിമറിഞ്ഞാലുള്ളത്. ഫിഖ് നമുക്ക് വേണ്ടെന്നൊന്നല്ല പറയണത്. അഖീദ പേച്ചോന്റെ ഫിഖ് എന്തിനാണ്? ഞങ്ങൾക്കൊരു ചെറിയൊരു ഉദാഹരണം പറയട്ടെ. നമുക്ക് നിസ്കാരത്തിന് 14 ഫർളുണ്ട്. അതുപോലെ തന്നെ നോമ്പിന് 2 ഫർളുണ്ട്. അതായത് ഇസ്ലാം കാര്യങ്ങൾ 5നും ഫർളുണ്ട്.
നിസ്കാരത്തിൽ ഒരു ഫർള് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് സലാം വീട്ടിയതിന് ശേഷം നമ്മളൊരു ഫർള് നഷ്ടപ്പെട്ടു നമ്മൾ മറന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മടക്കി നിസ്കരിക്കാം. ആ നിസ്കാരം നമുക്ക് തിരിച്ചു കിട്ടും അള്ളാഹു ഉദ്ദേശിച്ചാൽ. എന്നാല് ഷഹാദത്ത് കലിമയ്ക്ക് 2 ഫർളുണ്ട്. ആ 2 ഫർളിൽ ഒന്ന് നഷ്ടപ്പെട്ടാല് ആജീവനാന്തം നമ്മൾ നിസ്കരിച്ച നിസ്കാരം കംപ്ലീറ്റ് പോയില്ലേ? ആജീവനാന്തം നമ്മൾ നോൽക്കുന്ന നോമ്പ് കംപ്ലീറ്റ് പോയില്ലേ? എന്താണ് ഷഹാദത്ത് കലിമയുടെ ഫർള് എന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണ്ടേ? അള്ളാന്റെ റസൂല് സ്വഹാബത്തിന് ഒരു ആദ്യ 10-12 വർഷക്കാലം നൽകിയൊരു ദഅവത്തുണ്ട്. അന്ന് നിസ്കാരമോ നോമ്പോ ഹജ്ജോ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അന്ന് ഖബർ സിയാറത്ത് പോലും നിഷിദ്ധമാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സച്ചരിതരായ ആദ്യ ബാച്ച് വിദ്യാർത്ഥികളായ സ്വഹാബത്തെ കിറാമിനെ കൊടുത്തൊരു തൗഹീദ് ഉണ്ട് സാഹിബേ. അത് നമ്മൾ കളഞ്ഞു കുളിച്ചിട്ട് മയ്യത്തുകളോട് വിളിച്ചു തേടാനുള്ള ആ ഒരു പണി എടുത്തിട്ട് ഈ മദ്ഹബ് അന്ധമായിട്ട് പിന്തുടരുക എന്നുള്ള ആ ഒരു പാഴ്വേലയുമായിട്ട് പോയിട്ട് നമ്മൾ എവിടേക്കാ? തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയില്ല സാഹിബേ ചില ആളുകൾക്ക്. ഇപ്പൊ നിങ്ങള് മങ്കൂസ് മൗലൂദിന്റെ കാര്യം പറഞ്ഞു ഇല്ലേ? മങ്കൂസ് മൗലൂദ് തുടങ്ങുന്നത്, നിങ്ങൾ മൗലൂദ് ഓതുന്ന ആളല്ലേ? ഇക്കാലത്ത് തുടങ്ങുന്ന തുടക്കം ഒന്ന് പറഞ്ഞാണി. സുബ്ഹാനല്ലദീ. എന്തായാലും അതിൽ തുടക്കം മുതൽ പറഞ്ഞു വരുന്നത് കള്ളക്കഥകളാണ്. അത് കള്ളക്കഥയാണെന്ന് എങ്ങനെ ഞാൻ പറയുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ ചോദിച്ചുകൊണ്ട് ഫോണിൽ ആദ്യമായിട്ട് വരുന്നത്. മുബശ്ശിർ നേരെ ശ്രദ്ധിക്കുക. പക്ഷെ അതൊക്കെ നമ്മള് ഈ എല്ലാ കാര്യങ്ങളും നമ്മള് നമ്മളിപ്പോ പണ്ഡിതന്മാരുടെ പണ്ഡിതൻ എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ്? തലയിലൊരു കെട്ട് കെട്ടി വെള്ളിയും ഇട്ടിട്ട് അത് പണ്ഡിതനാണെന്ന് നിങ്ങൾ കരുതിയിരിക്കണേ? അല്ല, അത് നമ്മളെ അന്നത്തെ ഇമാമികളൊക്കെ അത് ഇതാക്കിയതല്ലേ, സ്വീകരിച്ചതല്ലേ? അന്നത്തെ ഇമാമികൾ സ്വീകരിച്ചതാണോ മങ്കൂസ് മൗലൂദ്? നിങ്ങൾ പറയാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഞാനത് വിശദീകരിച്ചു തരാം. അതായത് ആലം പടക്കുന്നതിനും വർഷങ്ങൾ മുമ്പേ അള്ളാഹുവിന്റെ റസൂലിന്റെ റൂഹല്ല നൂറ് പടച്ചു, പ്രകാശം പടച്ചു എന്നാണ് പറയുന്നത്. ആലം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകം അല്ല. ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് നിങ്ങൾ എവിടേക്കും ഈ വിഷയത്തില് ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തത്. നേരെ കേട്ടോളിയും. ആലം എന്ന് പറഞ്ഞാൽ മാസിവൽ ബാരി എന്നുള്ള ആ ഒരു വാക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങള്? മാസിവൽ ബാരി ഇല്ല. ഓക്കെ. ആലം എന്ന് പറഞ്ഞാൽ അല്ലാത്തത് മുഴുവൻ ആലമാണ്. അങ്ങനെ അറിയോ നിങ്ങൾക്ക്? പഠിക്കണം. ഇല്ല. ആലം എന്ന് പറഞ്ഞാല് ഈ ദുനിയാവല്ല. അപ്പൊ ദുനിയാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ വരും. അപ്പോ ആലം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു അല്ലാത്തത് മുഴുവൻ ആലാണ്. ഈ ഭൂമി ആലാണ്, ചന്ദ്രൻ ആലാണ്, സൂര്യൻ ആലമാണ്, സ്വർഗം നരകം എല്ലാം ആലത്തുപ്പെട്ടതാണ്. കാര്യം അള്ളാഹു അല്ലാത്ത അള്ളാഹുവിന്റെ സൃഷ്ടി മുഴുവൻ ആലത്തുപ്പെട്ടതാണ്. അപ്പൊ ആലം പടക്കുന്നതിന് മുമ്പെയാണ് 100 സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോ എന്തായി എന്നറിയോ? ആലം പടക്കുന്നതിന് മുമ്പ് ഈ ലോകത്ത് അള്ളാഹു മാത്രമാണുള്ളത്. അള്ളാഹു മാത്രമുള്ള ഒരു സമയത്താണ് ഈ 100 പടച്ചത് എന്നാണ്. അപ്പൊ എന്തായി? അപ്പൊ അത് വളരെ വലിയ അപകടം പിടിച്ചൊരു ആർഗ്യുമെന്റ് ആയിട്ട് മാറും. ഇനി അതവിടെ നിൽക്കട്ടെ. ആലം എന്ന് പറഞ്ഞാൽ അള്ള ഇല്ലാത്തതൊക്കെ ആലാണ്. ആലത്തിന് മുമ്പ് ഒരു സൃഷ്ടി ഇല്ല. ഉള്ളത് അള്ളാഹു മാത്രമാണ്. ആലം എന്ന് പറഞ്ഞാൽ അള്ള ഇല്ലാത്തത് മുഴുവൻ ആലാണ്. മുബശ്ശിറിന് മനസ്സിലാവുന്നുണ്ടല്ലോ? ചിന്തിക്കുന്ന ഒരു ആവറേജ് ബുദ്ധി ഉണ്ടെങ്കിലും മുസ്ലിം ആകാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു കാര്യങ്ങൾക്ക് അറിയോ? ആവറേജ് ബുദ്ധി വേണം. അതായത് മുഴുവൻ യുക്തി വേണം എന്നല്ല പറയണത്. മുഴുവൻ യുക്തി കൊണ്ട് നമുക്കൊന്നും മനസ്സിലാക്കാനും കഴിയില്ല. അത് അക്കലാനിയത്തായിട്ട് മാറും. എന്നാൽ ഒരു ആവറേജ് ബുദ്ധി ഇല്ലെങ്കിൽ നമുക്ക് ഇസ്ലാം ഒരു യഥാർത്ഥ മുസ്ലിം ആകാൻ കഴിയില്ല. പറയാൻ മുസ്ലിം ആകാൻ കഴിയുള്ളൂ. ഒരാൾ പറഞ്ഞു തരുന്ന പാടിത്തരുന്ന കാര്യങ്ങളെല്ലാം കുടിച്ചുകൊണ്ട് നമുക്ക് നടക്കാൻ കഴിയുള്ളൂ. അപ്പോ മുബശ്ശിർ മനസ്സിലാക്കുക, ആലം എന്ന് പറഞ്ഞാൽ അല്ലാത്തതൊക്കെ ആലമാണെന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറും ആലത്തുപ്പെട്ടതാവൂലേ?
അപ്പൊ നൂറാണ് ഫസ്റ്റ് ഉണ്ടാക്കിയത് റസൂലുള്ളാന്റെ നൂറാണെന്ന് പറയണത് ആരാണ് പറയേണ്ടത്? അല്ല പറയണം. നിക്ക് അല്ല പറയണം. അല്ല പരിശുദ്ധ ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ആലം എന്ന് പറഞ്ഞാല് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് മുഴുവൻ ആലത്തുപ്പെട്ടതാണേ. ഞാൻ പറഞ്ഞില്ല നേരത്തെ നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞത് അതുകൊണ്ടാണ്. അല്പമെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ മുസ്ലിമായിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ, വിശ്വാസിയായിട്ട്. അപ്പൊ ആലം എന്ന് പറഞ്ഞാൽ അത് അല്ല അല്ലാത്ത എന്തുണ്ടോ അതൊക്കെ ആലത്തുപ്പെട്ടതാണ്. പിന്നെ ഈ ആലം പടക്കുന്നതിന്റെ മുമ്പ് പടച്ചു എന്ന് പറയുന്നതിലത്തെ ഒരു ലോജിക്ക് എന്താണ്? അതവിടെ നിൽക്കട്ടെ, നമുക്ക് മറ്റൊരു കാര്യത്തേക്ക് പോകാം. അത് നിങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ട് തന്നിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ ചെയ്തത് കാരണമായിക്കൊണ്ടാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൈവകോപം, അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നുണ്ട് അല്ലേ? പരിശുദ്ധ ഖുർആനാണോ മൗലൂദി കിതാബാണോ സാരസമ്പൂർണം? പരിശുദ്ധ ഖുർആനെ ഖിയാമത്ത് നാൾ വരെ സംരക്ഷിച്ചു നിർത്തുന്നവൻ സർവശക്തനായ എന്റെയും നിങ്ങളുടെയും റബ്ബായ ഈ ലോകത്തിന്റെ മുഴുവൻ അധിപനായ ഖാലിഖും മാലിക്കും മുദബ്ബിറുമായ റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. പരിശുദ്ധ ഖുർആനാണോ മൗലൂദ് കിതാബാണോ സാരസമ്പൂർണം? ഖുർആനാണ്. പക്ഷെ നമ്മള് നിക്കും ആ ഒരു ഉറപ്പില്ലാണ്ട് നിങ്ങൾ പറഞ്ഞു പോകരുത്. പരിശുദ്ധ ഖുർആനിന്റെ സംരക്ഷണം അള്ളാഹുവിന്റെ കൈകളിലാണ്. അതിലൊരു വള്ളി എടുത്തു മാറ്റാൻ ആർക്കും കഴിയില്ല, അതിലൊരു വള്ളി കൂട്ടിച്ചേർക്കാൻ, ഒരു പുള്ളി കൂട്ടിച്ചേർക്കാൻ ആർക്കും കഴിയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ച് മറന്നോ സാഹിബങ്ങള്? അപ്പൊ ആ പരിശുദ്ധ ഖുർആന് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും എന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരൊറ്റ അടിയുറച്ച, അതായത് വിശ്വാസിയായിക്കൊണ്ട് നിങ്ങൾക്ക് പറയാൻ കഴിയണം, മൗലൂദ് കിതാബാണോ പരിശുദ്ധ ഖുർആനാണോ സാരസമ്പൂർണം, സത്യസന്ധം? ഖുർആനാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണു, ആദൻ നബി അള്ളാഹുവോടാണ് പ്രാർത്ഥിച്ചത്. നൂഹ് നബിയോ അള്ളാഹിനോടാണ് പ്രാർത്ഥിച്ചത്. ഇബ്രാഹിം നബിയോ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ അത് മഗ്രിഫത്തിന്റെ ദർജ, അത് മനസ്സിലാക്കേണ്ട ഒരു ഇതാണ്. പ്രാർത്ഥിക്കുക പോലുമല്ല അത്. എന്നെ എന്റെ റബ്ബ് സംരക്ഷിക്കും, അതിന് കഴിവുള്ളവനാണ് എന്റെ റബ്ബ് സുബ്ഹാനഹു വ തആല എന്ന വിശ്വാസം മഗ്രിഫത്തിന്റെ റേഞ്ചാണത്. അവിടെ അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് എന്താണെന്നറിയോ? കത്തിയാളുന്ന 13 ദിവസങ്ങളോളം കത്തിയാളുന്ന വലിയ തീക്കുണ്ടാരാണ് അല്ലേ? നമ്രൂദിന്റെ തീ കുണ്ടാരം ആയിക്കോട്ടെ. അതിലേക്ക് കൈകാലുകൾ ബന്ധിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ എടുത്ത് എറിയുകയാണ്. അതിന്റെ 7 അയലത്തേക്ക് ആളുകൾക്ക് എത്താൻ കഴിയില്ലായിരുന്നു, അത്ര ചൂടുള്ള ഒരു വലിയ അഗ്നി ഇതായിരുന്നു അത്. അതില് അള്ളാഹ് പറയാണ് ആ തീയിനോട്, എന്താ തീയിനോട് പറയണത്? ബർദൻ സലാമൻ, നീ തണുപ്പാവുക, നീ രക്ഷയാവുക. മൗലൂദ് കിതാബിൽ പറയുന്നത് എന്താണ്? മുതുകില്. എന്തേ അള്ളാഹ്ക്ക് അത് മനസ്സിലാകാറുന്ന്? അല്ല എന്തേ അത് പറഞ്ഞു തരാറുന്ന്? അല്ല പറഞ്ഞത് എന്റെ ഇബ്രാഹിമിന് ഞാൻ രക്ഷയാകും എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന അത് അള്ളാഹുവോടാണ്, നൂഹ് നബിയുടെ പ്രാർത്ഥന അത് അള്ളാഹുവോടാണ്, യൂനസ് നബിയുടെ പ്രാർത്ഥന അത് അള്ളാഹുവോടാണ്, അതുപോലെ തന്നെ യാക്കൂബ് നബിയുടെ പ്രാർത്ഥന അത് അള്ളാഹുവോടാണ്. ഇനി സക്കരിയ നബിയുടെ ഉണ്ട്, അതുപോലെ തന്നെ മൂസ നബിയുടെ ഉണ്ട്. നമ്മള് ഈ മൂലിയാക്കന്മാര് പ്രാർത്ഥിക്കുമ്പോ ഖുർആൻ ആയത്തുകൾ പറയുന്ന നോക്കാതെ ഓരോ നബിമാരുടെ പ്രാർത്ഥനകളാണ്. ആ പ്രാർത്ഥനകളൊക്കെ ഖുർആനിൽ പറഞ്ഞു തന്നിട്ട് മൗലൂദ് കിതാബ് പറയാണ് നബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, നബിനോട് ഇസ്തിഗാസ ചെയ്തത് കൊണ്ടാണ് ഓല് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കണമെങ്കിൽ ഒന്നെങ്കിലോ ഖുറാഫി, അതായത് അന്ധവിശ്വാസി ആവണം, അല്ലെങ്കിൽ തലക്കോളം ഉണ്ടാവണം. ഇതിൽ ഏതിൽ പെടും ഞാനും നിങ്ങളും? അല്ല, അത് അന്നത്തെ പണ്ഡിതന്മാര് അന്നത്തെ പണ്ഡിതനുമില്ല. അള്ളാന്റെ റസൂലിനെക്കാട്ടിലും വലിയൊരു പണ്ഡിതണ്ടോ? അല്ലേ, അള്ളാന്റെ റസൂലിനെക്കാട്ടിലും വലിയൊരു പണ്ഡിതണ്ടോ? അല്ല, അതല്ല, അള്ളാന്റെ റസൂലിനെക്കാട്ടിലും വലിയൊരു പണ്ഡിതണ്ടിച്ചെന്ന ഓനെയൊന്നും എനിക്ക് കാണണല്ലോ. അല്ല, നമ്മള് 100-150 വർഷം മുമ്പുള്ള മൊല്ലാക്കാർക്കൊന്നും ഒന്നും അറിയില്ലായിരുന്നോ? നിങ്ങൾ മനസ്സിലാക്കുക. അല്ല, അതല്ല, റസൂലുള്ള വഫാത്തിന് ശേഷം ഉണ്ടെങ്കിൽ സ്വഹാബാക്കൾ എത്ര ആളുണ്ടായിരുന്നു എന്നറിയോ? റസൂലുള്ളാന്റെ വഫാത്ത് നടക്കുന്ന സമയത്ത് എത്ര സ്വഹാബാക്കൾ ഉണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? 1,00,000 ചില്ലാണെന്നാണ് കൂട്ടുക. അത് പല ഭാഗത്തായിട്ടാണ്. അവര് ഏത്
മുൻകഴിഞ്ഞു പോയ ആളുകളോടാണ് വിളിച്ച് പ്രാർത്ഥിച്ചത്. അവര് ഈ 1,00,000 ചില്ലാനം സ്വഹാബാക്കള് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് മുൻകഴിഞ്ഞു പോയ ഇബ്രാഹിം നബിയോടും ഉസൈർ നബിയോടും ഇസ്മായിൽ നബിയോടും ലാത്തിനോടും മുസനോടും ഉബുലാലയോടും മനാത്തയോടും ഒക്കെ പ്രാർത്ഥിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹിനോട് പ്രാർത്ഥിച്ചോ? ഒരു സംഭവം നമ്മുടെ ഒരു മഴയെ പറ്റി ഇസ്തഷ്കലു ഉമ്മത്തിക യാ റസൂലല്ലാഹ് എന്ന് പറയുന്ന കള്ളക്കഥ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് കള്ളക്കഥയാണെന്നുള്ളത് അങ്ങനെ സംഭവിച്ചിട്ടില്ലേ അത് ഞാൻ പറഞ്ഞുതരാന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ പഠിച്ചു വെച്ച ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് മുസ്ലിയാക്കന്മാർ പറഞ്ഞു തന്ന കാര്യങ്ങൾ, ആ വിഷയങ്ങൾ നിങ്ങൾ പറയുമ്പോ ഏതാണ് വിഷയം എന്ന് ചോദിച്ചപ്പോ ഞാൻ ഇസ്തഷ്കലി ഉമ്മത്തിക്ക് യാ റസൂലല്ലാഹ് എന്ന് ഒരു ഫുലാനുബിന് ഫുലാൻ പോയിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ ചാരത്ത് മുഖം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുന്റെ റസൂലിനോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് ആ കഥ. എന്നാൽ അത് 2 കഥകൾ കൂട്ടിക്കെട്ടിണ്ടാക്കിയ ഒരു കഥയാണ്. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് വലിയ വരൾച്ചയുണ്ടായി. അന്ന് വെള്ളമില്ലാതെ ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് ഒരു സ്വഹാബി വന്ന് ഉമർ റളിയല്ലാഹുവിനോട് പറയുകയാണ്, ഉമർ, ഞാൻ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കണ്ടു. മഴയ്ക്ക് വേണ്ടി നമസ്കരിക്കുവാനും പ്രാർത്ഥിക്കുവാനും അള്ളാഹുവിന്റെ റസൂല് അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ വന്ന സ്വഹാബിയുടെ പേര് നിങ്ങൾക്ക് അറിയോ? ഇല്ല. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണെന്ന് പറഞ്ഞു. അന്ന് നല്ല പ്രായമുള്ള ഒരു സ്വഹാബിയാണ് വന്ന് പറയുന്നത്. എന്താണ് ആ സ്വഹാബിയുടെ പേര്? ഹാരിസ് ബിൻ മുസ്നി. ബിലാൽ ബിൻ ഹാരിസ് ബിൻ മുസ്നി എന്ന് പറയുന്ന സ്വഹാബി വര്യനാണ് ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നത്. ഈ ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞ ഹാരിസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഖബറിങ്ങ പോയി പ്രാർത്ഥിച്ചു എന്ന് എവിടെയാണ് ഉള്ളത്? അതെവിടെയുള്ളതെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. അത് സൈഫിന്റെ ഫുത്തൂഹിലാണുള്ളത്. ആരാണ് സൈഫ്? ആ ജാഹറജുലിൻ എന്ന് പറയുന്ന സൈഫിന്റെ ഫുത്തൂഹിലുള്ള ആ ജാഹറജുലിൻ, ആ റജുൽ ഇതാണ് എന്ന് പറയുന്ന സൈഫ് നിരീശ്വരവാദിയും കള്ളുകുടിയനുമാണ്. അത് ഞാൻ തെളിയിച്ചു തരാം. എന്റെ വീഡിയോ അത് സംബന്ധമായിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഈ ഇടയ്ക്ക് 2-3 ദിവസം മുമ്പ് ഒരാള് ഒരു കമന്റ് ചെയ്തിരുന്നു, ഇസ്തസ്കലു ഉമ്മത്തിക്ക എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയുമെന്ന് ചോദിച്ചിട്ട് പലതവണ പറഞ്ഞു കഴിഞ്ഞതാണ്. ഫൈസൽ മൗലവി എന്ന് പറയുന്ന ഒരു മുജാഹിദ് മൗലവി ഉണ്ട്. അദ്ദേഹം പല മുഖാമുഖങ്ങളിലും അത് വിശദീകരിച്ചതാണ്. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അത് രണ്ട് അതെ. അതായത് സൈഫിന്റെ ഫുത്തൂഹിൽ പറയുന്ന അയാൾ പേരും കൂടി ഇല്ല, ജാഹർ റജുൽ എന്ന് പറഞ്ഞാൽ ഒരു ഫുലാനാണ്. ഞാൻ പറയണു റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു എന്ന് പറയുന്ന സൈഫിന്റെ ഫുത്തൂഹിലുള്ളത് സ്വഹീഹോ? ഇതാണ് സാഹിബ്. നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുന്നു. ആവറേജ് ബുദ്ധി ഉണ്ടെങ്കിലേ നമുക്ക് ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് മൗലവിമാര് പറഞ്ഞത് കേട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ബുദ്ധിയൊന്നും വേണ്ട, പൊട്ടനും മുസ്ലിമായിട്ട് നടക്കാം. കേട്ടോളിയും. അതായത് ഒരു കള്ളക്കഥ സൈഫിന്റെ ഫുത്തൂഹിലുണ്ട്. അത് സീറയാണ്. അതിലുള്ളത് ഒരു ഫുലാൻ റസൂലുള്ളാഹിന്റെ ഖബറിങ്ങ പോയിട്ട് ഇസ്തഷ്കലു ഉമ്മത്തി യാ റസൂലുള്ളാഹ് എന്ന് പ്രാർത്ഥിച്ചു എന്നുള്ളൊരു കള്ളക്കഥയുണ്ട്. എന്നിട്ട് ആ കഥയുടെ ബാക്കി കൊണ്ടേ വെക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഹാരിസ് ബിൻ മുസ്നി. ആ സ്വഹാബിക്ക് പേരുണ്ട്. ഒരു യാഥാർത്ഥ്യം വരുമ്പോ അതിൽ ഫുലാനും ജാഹറജുലും വരൂല. അത് ആരാണെന്ന് വ്യക്തതയുണ്ടാവും. അതാണ് സ്വഹീഹിന്റെ പ്രത്യേകത. ഒരു മനുഷ്യൻ വന്ന് ചോദിക്കുന്നു പറയുന്നു എന്ന് പറയുന്ന സാഹചര്യം വരല് റസൂലുള്ളാഹിന്റെ അടുത്തൊരു ഒരാൾ വന്നിട്ട്, ഇപ്പൊ ഞാൻ ഇടയ്ക്ക് ഓതുന്ന ഒരായത്താണ് കാലത്തുൽ അറാബു ആമന്ന കുല്ലൻ തുഅ്മിനൂൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആയത്തുകൾ പോലെ തന്നെ ഹദീസുകളുണ്ട്. ഒരാള് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് ഇന്നത് പറഞ്ഞു, അത് ഒരു വഴിപോക്കനായിട്ടുള്ള ഒരു നാടോടിയായിട്ടുള്ള ഒരാൾ വന്ന് പറഞ്ഞു പോകുന്ന വിഷയമായിരിക്കണം. ഇതങ്ങനെയല്ല. ആ മദീനയില് ജീവിച്ചിരുന്ന ഒരു സ്വഹാബി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്ത് വന്ന് പറയാണ്, ഞാൻ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു. സ്വപ്നം കാണൽ തെറ്റല്ല. അവർക്ക് സ്വപ്നം കണ്ടത് റസൂലുള്ളാഹിനെ മനസ്സിലാക്കാൻ കഴിയും. അത് സ്വഹാബി എന്ന് പറഞ്ഞാല് ശോഭത്തുള്ള ആളല്ലേ. അപ്പോ അത് റസൂലുള്ളാഹി ആണ് എന്നുള്ളത് അവർക്ക് അറിയാൻ കഴിയും. റസൂലുള്ളാഹിന്റെ രൂപം ഇബ്ലീസിന് സ്വീകരിക്കാൻ കഴിയില്ല. അപ്പൊ ഒരു നല്ല പ്രായമുള്ള ഒരു സ്വഹാബിയുടെ ഇതില് മനാമില് റസൂലുള്ള പറയുകയാണ് മഴയ്ക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കുക പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമാക്കിക്കൊണ്ട്
നിസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ കഥ അത് കഥയല്ല, ചരിത്രമാണ്, യാഥാർത്ഥ്യമാണ്. അങ്ങനെ അവർ നിസ്കരിക്കുകയും മഴ വർഷിക്കുകയും ചെയ്തു. അത് ഹാരിസ് ബിൻ മുസ്നി ആണ്, ബിലാൽ ബിൻ ഹാരിസ് ബിൻ മുസ്നി. എന്നാൽ സൈഫിന്റെ ഫുതൂഹില് കബറിങ്ങ പോയി എന്ന് പറയുന്നത് സ്വഹാബിയാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഇനി ആണെങ്കിൽ തന്നെ അത് ഹാരിസ് ബിൻ മുസ്നിയാണെന്നില്ല. അതായത് അത് കൂട്ടി മാറ്റുക എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് കബറിങ്ങ പോയത് ഒരു ഫുലാൻ, ഏത് ഫുലാൻ, അതേതോ ജഹറജില്. എന്നാൽ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടത് ഹാരിസ് ബിൻ മുസ്നി റളിയല്ലാഹു അൻഹു. ഹാരിസ് ബിൻ മുസ്നി റളിയല്ലാഹു അൻഹു കബറിങ്ങ പോയിട്ടില്ല. ഫുലാൻ ബിൻ ഫുലാൻ എന്ന് പറയുന്ന ജാഹറജുലിനല്ല ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നത്. സാഹിബ്, ഈ വിഷയമൊക്കെ ഒന്നും കൂടി കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. കാരണം നിങ്ങൾ കൂടുതൽ തർക്കിക്കുന്നില്ല. നിങ്ങൾ മുജാഹിദ് ആകണമെന്നോ സലഫി ആവണമെന്നോ അല്ലെങ്കിൽ അഹ്ലുസുന്ന അല്ലാതാവണമെന്നോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയാം. ഞാൻ ജീവിക്കുന്നത്, ഞാൻ മുജാഹിദും അല്ല ഒരു ഇതുമല്ല, ഞാൻ സുന്നി ആയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷെ കള്ളക്കഥയും കൊണ്ട് വന്നാൽ എനിക്ക് വേണ്ടത് എന്ന് പറയും. കള്ളക്കഥ നമുക്കൊന്ന് ഉറപ്പിക്കാൻ കഴിയൂല. കാരണം പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ള പല ചരിത്ര സംഭവങ്ങളാണ് പറയുന്ന സാധനം. ഒരു പണ്ഡിതനെ പറയുങ്ങളേ അങ്ങനെ ചരിത്ര സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒരു പണ്ഡിതനെ പറയും. നിങ്ങൾ ഈ കള്ളക്കഥ ഇനി ഞങ്ങൾക്ക് ഇന്ന തെളിവിന് വേറൊരു സമയമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വ്യക്തമാവുന്ന ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് ആരാണ് സ്വർഗത്തിന്റെ അവകാശികൾ എന്നാണ് റസൂലുള്ള പറഞ്ഞിരിക്കുന്നത്. നമ്മളെ എല്ലാത്തിലും പറയുന്ന ഒരു കാര്യമാണത്. പറയും സ്വർഗത്തിന്റെ അവകാശികള്. നിങ്ങൾ ഈ പണ്ഡിതന്മാര് എന്ന് പറയുന്ന മൊല്ലാക്കാര് പറഞ്ഞു തരൂലതേ എന്നാ കേട്ടോളി. സ്വർഗത്തിന്റെ അവകാശികൾ എന്ന് പറയുന്നത് ഫിർഖത്തുൻ നാജിയ എന്ന് പറയുന്ന വിഭാഗമാണ്. ആരാണ് അവര്? അവരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചപ്പോ മാനാലൈഹി അല്യോമ വസ്ഹാബിഹി, ഞാനും എന്റെ സ്വഹാബത്തും നിലകൊള്ളുന്ന ഇന്നേ ദിവസത്തെ ഈ ചര്യ അത് പിന്തുടരുന്നവരാണ് എന്നാ പറഞ്ഞത്. എന്നാൽ ഏത് സ്വഹാബത്ത മൗലൂദ് എല്ലിക്കണ്, മങ്കൂസി എല്ലിക്കണ്, ഞാനും ചെല്ലാൻ കൂടാ. നാളെ നിങ്ങളും ഞാനും കൂടി എവിടെയാണ് ചാടിക്കളിക്കരുത്. മൗലൂദ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹിന്റെ പ്രകീർത്തനാണ്. റസൂലുള്ളാഹിന്റെ പ്രകീർത്തനം റസൂലുള്ള പറഞ്ഞു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹിനെ അമിതമായിട്ട് വർണ്ണിക്കരുത് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ഹദീസ് അറിയോ നിങ്ങൾക്ക്? കൂട്ടമായി ചൊല്ലുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് എന്റെ സഹാബാക്കൾ അങ്ങനെ കൂട്ടമായിട്ട് എന്നിട്ട് വട്ടത്തിൽ നിന്നിട്ട് മൗലായ സല്ലി വസാ ചെല്ലാർന്ന് ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ക്രൈസ്തവർ ഓലൊന്നും പറയണ്ട, നമ്മളത് 73 അതിലില്ലാ മില്ലത്തം വാഹിദ, ഒരു മില്ലത്തുകാർ മാത്രമാണ് സ്വർഗത്തിന്റെ അവകാശികള്. ആരാണോലേ? അത് സുന്നത്തും ഇതും പിൻപറ്റുന്നതാണ്. റസൂലുള്ളയും സ്വഹാബാക്കളും അന്നേ ദിവസം നിലകൊള്ളുന്ന ചര്യയിൽ പോകുന്നവര്, അള്ളാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവര്, മാലി മൗലൂദുമായിട്ട് നടക്കാത്തോല്, മൗലൂദായിട്ട് നടക്കാത്തോല്. ഇതല്ലേ മതല്ലേ നമ്മള് ഏത് മതം? എന്നിട്ട് ഏത് സ്വഹാബിയാണ് റസൂലുള്ളാഹിന്റെ എന്ന് പറയുമ്പോ നമ്മള് ഈ മാലപ്പാട്ടുകൾ എന്ന് പറയുമ്പോ അത് കേരളത്തിൽ നിന്ന് ഉണ്ടായത്, കേരളത്തിൽ നിന്നുണ്ടായ കാര്യങ്ങളുണ്ട്, പിന്നെ ML നിന്നുണ്ടായതുണ്ട്. മുബഷിർ പറയൂ, ഏത് സ്വഹാബിയാണ് മാലി മൗലൂദും ചൊല്ലിയത്? ഒരു നിലകൊള്ളത്തെ അല്ല അത് പറഞ്ഞോളി നിങ്ങള്. അല്ല പക്ഷേ ഒന്നും ഇവിടെ അല്ല. ഏത് സ്വഹാബിയാണ് മൗലൂദ് ചൊല്ലിയത്? റസൂലുള്ള പറയുന്നു ഞാനും എന്റെ സ്വഹാബത്തും നിലകൊള്ളുന്ന ചര്യ ആര് പിന്തുടർന്നു ഓലാണ് സ്വർഗത്തിന്റെ അവകാശികൾ എന്ന് പറയുമ്പോ നിങ്ങൾ അല്ല ബില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് ഈ മദ്ഹ് എന്ന് പറഞ്ഞാലേ? റസൂലുള്ളാഹിനെ അമിതമായിട്ട് വർണ്ണിക്കരുത് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല പറയുമ്പോ പിന്നെ അവിടെ അല്ലാതെ നോണ പറയണ്ടെന്ന്. നൂഹ് നബി അള്ളാഹുവിന്റെ റസൂലിന് തവസ്സല ബിഹി നൂഹൻ എന്നൊന്നും പറയണ്ട.
നൂഹ് നബി അള്ളാന്റെ റസൂലിന് ഇസ്തിഗാസ ചെയ്തു, തവസ്സുൽ ചെയ്തു എന്നൊക്കെ പറയുമ്പോ പച്ച നോണയാണതേ. എന്തിനാ നിങ്ങൾ ഈ മദ്ഹാന്നും പറഞ്ഞിട്ട് ഈ പച്ച നോണ പാടുന്നത്? അള്ളാന്റെ ഖുർആന് എമ്പാടും നമുക്ക് പിന്നെ ഓതാനും പഠിക്കാനും ഉണ്ട്. അതവിടെ മാറ്റി വെച്ചിട്ട് ഈ വൃത്തികെട്ട പാളക്കിതാബ് തോട്ടിക്കെറിയേണ്ട സാധനം എടുത്തിട്ട് ചെല്ലാണ് മൗലായ സല്ലി വസന്നും പറഞ്ഞുകൊണ്ട് നടക്കും ആളുകള്. സാഹിബേ, മനസ്സിലാക്കുക, സത്യം മനസ്സിലാക്കുക, അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുക. അല്ല, മൗലൂദിലുള്ളത് മുഴുവൻ കള്ളക്കഥയാണ്. കള്ളക്കഥ മദ്ഹന്നും പറഞ്ഞിട്ട് ചെല്ലാന്നോ? കഥകഥല്ല, അത് നമുക്ക് അതിന്റെ പ്രത്യേകിച്ചുള്ള സനത് ഉണ്ടാവില്ല. എന്ത് സനത്? മൗലൂദിന് എന്ത് സനതാ ഉള്ളത്? കഥകളും കാര്യങ്ങളൊക്കെ കഥകളോ? കഥയല്ല ഇസ്ലാമ്. ഇസ്നാദുകളിലൂടെ നിലനിൽക്കുന്ന ഇസ്ലാം എന്ന് പറയുന്നത് സ്വഹീഹും സനതുള്ളതും സ്വഹീഹായ എല്ലാ ദിവസവും നിങ്ങൾ സ്വീകരിക്കുമോ? സ്വഹീഹായതല്ലേ സ്വീകരിക്കണ്ടുള്ളൂ. അല്ലാണ്ട് ആരെങ്കിലും എഴുതിയൊക്കെയാണ് തവസ്സല ബിഹി നൂഹുൻ. ഈ സ്വഹീഹായ ഹദീസിലൊരു ഒരുപാട് ചർച്ച വിഷയങ്ങളും കാര്യങ്ങളില്ലേ? നിങ്ങൾക്ക് ഉസൂലുൽ ഹദീസ് എന്നറിയോ? എന്താണെന്നറിയോ ഉസൂലുൽ ഹദീസ്? ഹദീസ് നിദാന ശാസ്ത്രം എന്ന് പറഞ്ഞ ഒരു വലിയ ശാസ്ത്രശാഖയുണ്ട്. അതിനെ കുറിച്ച് അറിയോ? അറിയോ? ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ അതിനുള്ള മാനദണ്ഡങ്ങളുണ്ട്. അതറിയോ? നിദാന ശാസ്ത്രം, ഹദീസ് നിദാന ശാസ്ത്രം, അതൊന്നും മുസ്ലിയാക്കന്മാര് പറഞ്ഞു തരില്ല. ഏതെങ്കിലും മൗലവിമാര് വായത് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും നിങ്ങള്. അല്ലാതെ മുസ്ലിയാക്കന്മാര് അല്ലേ പറയട്ടെ, ബുദ്ധി ഉപയോഗിച്ചിട്ടാണോ സ്വീകരിക്കുന്നത്? അല്ല, ബുദ്ധിയല്ല. ഹദീസിന്റെ അടിസ്ഥാനം ബുദ്ധിയല്ല. ബുദ്ധിക്ക് നിരക്കാത്തത് തള്ളുന്നവരുണ്ടാവുമായിരിക്കാം. ആ ഒരു ഗണത്തിലൊന്നും ഇവിടെ നിങ്ങൾ കൂട്ടണ്ട. അപ്പൊ ബുദ്ധിയൊന്നല്ല ഹദീസ് സ്വീകരിക്കേണ്ടതിന്റെ മാനദണ്ഡം. എന്നാൽ പരിശുദ്ധ ഖുർആന് വ്യക്തമായ പരിശുദ്ധ ഖുർആന്റെ നെസ്സിനെതിരായി കൊണ്ടുവരുന്ന മത്തിന് പരിശുദ്ധ ഖുർആനിന്റെ നെസ്സിനെതിരാവുന്ന ഹദീസുകളും എടുത്ത് തലയിലേറ്റി നടക്കുന്നവരുണ്ട്. ഖുർആന് ഹദീസ് എന്ന് പറഞ്ഞാൽ ഖുർആന് എതിരാവൂല. കാര്യം എന്താണെന്നറിയോ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞത് എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശുദ്ധ ഖുർആനായിരുന്നു എന്നാ. പിന്നെ എങ്ങനെ അതിനെതിരായിട്ട് റസൂലുള്ള പറയാ? അങ്ങനെ പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ ഈ കണ്ണേറുമായി ബന്ധപ്പെട്ട് കണ്ണേറൊക്കെ അവിടെ നിൽക്കട്ടെ സാഹിബേ. കണ്ണേറൊന്നല്ല നമ്മളെ വിഷയം. നമുക്ക് മാലി മൗലൂദും തള്ളാൻ വല്ല വകുപ്പുണ്ടോ നിങ്ങളത്? മാലിമൗലൂദിന്റെ വിഷയത്തിൽ കോഴിയുടെ മുള്ളോട് കോവന്ന് ഞാൻ പാടട്ടെ. അങ്ങനെ കോഴിയുടെ കോഴിനെ കൊന്ന് അറുത്ത് കറി വെച്ച് തിന്ന് കഴിഞ്ഞിട്ട് അതിന്റെ എല്ല് കൂട്ടിയിട്ടിട്ട് പറഞ്ഞു ഈ പാറിക്കോ എന്നാണ് പറഞ്ഞപ്പോ കൊക്കൊന്നും പറഞ്ഞിട്ട് പാറി എന്ന് പറയണ കള്ളക്കഥയാണ്. എന്ത് കറാമത്ത്? കറാമത്ത് എന്ന് പറഞ്ഞാ എന്താ? വിഷയം പറയും. കറാമത്ത് മുബശ്ശിർ. കറാമത്ത് പറഞ്ഞ എന്താ? അവരെ കയ്യിൽ നിന്ന് ഉണ്ടാകുന്ന അങ്ങനെ സംഭവ വികാസം ഇല്ല കറാമത്ത്. കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്ത്? നിങ്ങൾ കരുതിയ എന്താണെന്നറിയോ? ഈ മജീഷ്യൻ മുതുകാട് നടത്തുന്ന പോലെ മാജിക് കാട്ടണാണ് കറാമത്ത്. കലക്കൊള്ളം കോരി കൊടുക്കുമ്പോ ചായയാകും, ഉപ്പുവെള്ളം കോരി കൊടുക്കുമ്പോ അത് മിനറൽ വാട്ടർ ആവും. ഇതാണ് കറാമത്ത് നിങ്ങൾ കരുതിയിരിക്കണേ. അതല്ല കറാമത്ത്. കറാമത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസർക്ക്, അള്ളാഹുവോട് അടുത്തത് കാരണമായിക്കൊണ്ട് അള്ളാഹു അടുത്തവർക്ക് അള്ളാഹു നൽകുന്ന ആദരവ്. കഴിവല്ല. എന്ത് കഴിവ്? ഞാൻ സംസാരിക്കുന്നത് എനിക്ക് അള്ളാഹുന്ന കഴിവുണ്ടാ? നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്ക് അള്ളാഹുന്ന കഴിവ്? അങ്ങനെ അല്ല, അതൊക്കെ മൂല്യന്മാരെ പണി. അന്ന് മൻസൂർ മണ്ണാർക്കാടിന്റെ അടുത്ത് നടക്കൂല. പറയട്ടെ. അപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടദാസരായ ഔലിയാക്കൾക്ക് നൽകുന്ന ആദരവാണ് എന്ത്? കറാമത്ത്. അത് മുഅ്ജിസത്ത് പോലെ അള്ളാഹുവിന്റെ അനുമതിയോടെ പ്രവർത്തിക്കാവുന്നതല്ല. അള്ളാഹു നൽകുമ്പോൾ
അത് അവരിലൂടെ പ്രകടമാകുന്നതാണ്. ഒരാൾ ഉദ്ദേശിക്കുന്ന സമയത്ത് കറാമത്ത് കാട്ടാൻ പറ്റൂലെന്ന്. ഒരു സാഹചര്യം വരുമ്പോ ഒരു പ്രവാചകന്റെ ഒരു നബിയുടെ തർബീയത്തിന്റെ ഭാഗമായിക്കൊണ്ട് അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ട് അവർക്ക് ആവശ്യം വരുന്ന സമയത്ത് അള്ളാഹുവിന്റെ അനുമതിയോടെ അവർക്ക് മോചിതത്ത് അവരിലൂടെ പ്രകടമാകും. എന്നാൽ കറാമത്ത് അങ്ങനെയും പ്രകടമാവൂല. ഒരാളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ താല്പര്യപ്പെടുന്ന സമയത്ത് നടക്കുന്നതല്ല കറാമത്ത്. അള്ളാഹ് നൽകുന്ന ആദരവ്. മറിയം ബീവിക്ക് വിശക്കുകയാണെന്ന് പറഞ്ഞു അള്ളാഹിനോട്. മറിയം ബീവിക്ക് വിശക്കുകയാണ് എന്ന് പറഞ്ഞു അള്ളാഹുവിനോട്. അള്ളാഹുടെ ഭക്ഷണം എത്തിച്ചു കൊടുത്തു. അത് മറിയം ബീവിയുടെ കഴിവാണോ? അത്രേ ഉള്ളൂ കറാമത്ത്. അതാണ് കറാമത്തെ. അല്ലാണ്ട് വീരാനൗലിയ പിന്നെ മറ്റേ പുതിയങ്ങാടി പാലത്തിന്റെ ചോട്ടിൽ ഇരുന്നിട്ട് കലക്കവെള്ളം ഇങ്ങനെ കോരി കൊടുത്തു, എന്നാ കുടിച്ചോ ചായ, ഇത് വെള്ളക്കാരന്റെ ചായയാണ്, ഇത് സർക്കാരിന്റെ ചായയാണ്, കുടിച്ചോ എന്നും പറഞ്ഞിട്ട് കൊടുത്തപ്പോ അത് ഇങ്ങനെ ചൂട് ഉള്ള ചായയായി എന്ന് പറഞ്ഞതല്ല കറാമത്ത്. മമ്പറത്ത് തങ്ങൾ വടി എടുത്തിട്ട് ഒരൊറ്റ പൂസയാണ് ഒരു പുളിമരത്തിന്. പുളിമരം അപ്പൊ പളയിലുണ്ടായി, അതായത് ഗർഭിണിയായി. ഇതല്ല കറാമത്ത്. ഇത് കറാമത്തല്ല. അതല്ല കറാമത്ത്. അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അവരുടെ എന്നാ പിന്നെ പറഞ്ഞോളേ. അള്ളാഹ് ഒരു ഔലിയക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണ്? അറിയില്ല. എന്റെ പൊന്നു സഹോദര, ആദം നബിയുടെ മക്കളൊക്കെ മുബഷിറെ അബുൽ ബഷർ ആദം നബിയുടെ ആ മക്കൾ പരമ്പര ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾക്കറിയോ? ഭാഗല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് നേടാനാണ് ഇവിടെ വന്നിട്ടുള്ളത്? നമുക്ക് 7 ഘട്ടങ്ങളുണ്ട്. ആ 7 ഘട്ടങ്ങളൊന്നും ഇപ്പോൾ വിശദീകരിക്കാൻ സമയമില്ല. ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, പഴയ വീഡിയോയിലാണ്. പോട്ടെ. അപ്പോ നമ്മളുടെ 7 ഘട്ടങ്ങളുടെ ഭാഗമായിക്കൊണ്ട് 3-ാമത്തെ ഘട്ടത്തിൽ നമ്മൾ ഇവിടെ ഭൂമിയിലുണ്ട്. ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അതായത് നമ്മൾ അള്ളാഹ് അങ്ങോട്ട് പടച്ചു വിട്ടിരിക്കണതേ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രാണ്. അപ്പൊ എന്താണ് ഇബാദത്ത്? ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. പിന്നെ നോമ്പ് നിസ്കാരം അല്ല. ഇന്ന സ്വലാത്തി വനുസ്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലേ? അപ്പൊ അതില് എല്ലാം അത് വിശദീകരിച്ച് പഠിക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഇബാദത്ത് എന്നുള്ളത്. അങ്ങനെ നമ്മളിവിടെ അള്ളാഹുവിന് അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു അധ്യാപനം അത് ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാവർത്തികമാക്കിക്കൊണ്ട് നമ്മൾ ജീവിച്ചാൽ നമുക്ക് എന്താ കിട്ടുക? സ്വർഗം കിട്ടുമെങ്കിൽ അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന. 4 ഖലീഫമാര് റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ, ഇവർക്ക് 4 പേർക്കും സ്വർഗ്ഗാണ് അല്ലാഹു കൊടുത്തിരിക്കുന്നത്. എന്തിന്റെ ഭാഗമായിട്ടാ സ്വർഗം കൊടുത്തിട്ടുള്ളത്? വിശ്വാസത്തിന്റെ ഭാഗമായിട്ട്. അള്ളാഹു അവരെ ഇഷ്ടപ്പെട്ടു. അതന്നെയല്ലേ ഔലിയ. ആ ഔലിയാക്കളില് ഉമർ റളിയല്ലാഹു അൻഹു ഒരു സമയത്ത് മിമ്പറിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഖുതുബ നടത്തുകയാണ്. ഖുതുബ നടത്തുമ്പോ യമനിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ സാരിയ. അത് പിന്നെ സ്വഹാബ അവിടെയുള്ള ആളുകൾ കേട്ടുള്ളൂ. എന്നാൽ ഈ യാ സാരിയ ജബൽ എന്ന് പറഞ്ഞത് യമനിലുള്ള ആയിരക്കണക്കിന് കാതം അപ്പുറത്തുള്ള സാരിയ കേട്ടു. അത് ഉമർ റളിയല്ലാഹു അൻഹു അതിങ്ങനെ കണ്ടുകൊണ്ട് പറയുന്നതല്ല, അള്ളാഹു അവരുടെ കൈക്ക് നടത്തുന്ന ഒരു കാര്യമാണ്. ഈ ഒരു കാര്യമല്ലാതെ ഈ 4 ആളുകളിൽ ഏതെങ്കിലും മറ്റൊരു കറാമത്ത് നിങ്ങൾ എവിടെയെങ്കിലും രേഖപ്പെടുത്തിയത് കേട്ടിട്ടുണ്ടോ? അല്ലേ, ഞാൻ ചോദിച്ചതിന് നിങ്ങളൊരു മറുപടി പറയാം. അതായത് ഈ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ഒരു കറാമത്ത് എല്ലാവരും പറയുന്ന ഒരു കറാമത്താണ്, യാ സാരിയ ജബൽ എന്ന് പറഞ്ഞത്. ബാക്കി 4 ആളെ കുറിച്ച്
എവിടെയെങ്കിലും ഒരു കറാമത്ത് എഴുതി വെച്ചതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പല ഔലിയാക്കളല്ല എന്നുള്ള വാദം ഉണ്ടോ നിങ്ങൾക്ക്? അള്ളാന്റെ ഔലിയാക്കളാണ്. നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. സുബഹി നിസ്കരിച്ചും കൊണ്ടിരിക്കുമ്പോ ഉമർ റളിയല്ലാഹു മെഹ്റാബിലാണ്. പിന്നിൽ നിന്ന് ഒരു മുനാഫിക്കായ ജൂതന്റെ സൃഷ്ടിയായ ഒരാള് പിന്നിൽ നിന്ന് കുത്തിയിട്ടാണ് ആര് മരിക്കുന്നത്, വഫാത്താവുന്നത്. എന്ത് ഉമർ റളിയല്ലാഹുവിനെ സാരിയ റളിയല്ലാഹു അവിടെ യുദ്ധം ചെയ്യുമ്പോ ആ ജബലിന്റെ മറവില് അല്ലെങ്കിൽ ഒരു കുന്നിന്റെ മറവില് ശത്രു ഉണ്ട് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞ ഉമർ റളിയല്ലാഹുവിന് തൊട്ട് പിന്നിലുള്ള ആള് അരയിൽ കത്തിയും തിരികെ വന്ന് നിൽക്കുന്നത് എന്നെ കുത്താനാണെന്ന് മനസ്സിലാവാതിരുന്നത്. അത്രേ ഉള്ളൂ. ഇനി പറ. അപ്പോ ശരി. ഈ 4 ഔലിയാക്കൾ പറഞ്ഞു. ഇനി ഔലിയാക്കളായിട്ട് നമുക്ക് എണ്ണി പറയാൻ ഒരുപാട് ആളുകളുണ്ട്. ഈ 4 ഔലിയാക്കളിൽ ആരെങ്കിലും അവര് മർത്തബ മാറിയിട്ട് ഫനയും ഫനാവുൽ ഫനയും മജ്ദൂബും പിരാന്തും മൂച്ചിപ്പിരാന്തും ആയിക്കണോ? ഇല്ല. ആയിക്കോട്ടെ. അങ്ങനെ മസ്താന് സ്വഭാവങ്ങളിൽ ഏതെങ്കിലും മസ്താന്മാരായിട്ട് ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയോ? നമുക്കറിയില്ല. എന്നാ നിർത്തിക്കോളി. അതായത് ഇവരൊക്കെ അവരുടെ നിർബന്ധ കർമ്മങ്ങളെല്ലാം അവരുടെ കടമകളെല്ലാം വിധിവിലക്കുകളെല്ലാം യഥാവിധി ചെയ്തുകൊണ്ട് 5 വക്ത് നിസ്കരിച്ചുകൊണ്ട് ഫർളോട് ഫർളെടുത്ത് സുന്നത്ത് അധികരിപ്പിച്ചുകൊണ്ട് അവരവരുടെ വിശ്വാസം പൂർത്തീകരിച്ചുകൊണ്ടാണ് അവർ അള്ളാഹുവിന്റെ ആ ഒരു വിളിക്കുത്തരമായിക്കൊണ്ട് കാലയവേനികയിലേക്ക് കടന്നുപോയത്. ഇവിടെ CM പറയട്ടെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? അതുകൊണ്ട് ഇനി നിങ്ങൾ പറയാനയക്കൂലേ? ഇത് സാധാരണ അല്ലേ, നിങ്ങൾ ഇനി പറയാനയക്കൂല. ഇവിടെ അല്ലേ, നിങ്ങൾ ഇനി പറയാനയക്കൂലേ? CM നിസ്കരിക്കൂലായിരുന്നു നിങ്ങൾക്കറിയോ? CM അടവൂര് ചിത്തിരമേത്തൽ അബൂബക്കർ നോമ്പെടുക്കുന്ന പോലെ നോമ്പ് പേപ്പിച്ചിരുന്നാലും നോമ്പെടുക്കൂലെന്ന് മാത്രമല്ല മറ്റുള്ള നോമ്പ് മുറിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയോ? പെണ്ണ് കെട്ടിയിട്ട് സത്യകഥയാണ് ഞാൻ ഇപ്പൊ പറയണത്. അയാൾ അബൂബക്കറാജിയുടെ മകളെ കെട്ടിയിട്ട് ആ മകളെ ഒരു കാരണമില്ലാതെ 1 ചൊല്ലി 2 ചൊല്ലി 3 ചൊല്ലി എന്നും പറഞ്ഞിട്ട് കുടിക്കൊയ്ക്കൊന്നും പറഞ്ഞിട്ട് ഒരു കാരണമില്ലാതെ പറഞ്ഞയച്ച കഥ നിങ്ങൾക്കറിയോ? നിങ്ങളുടെ നാട്ടിലെ കള്ളക്കഥയില്ല, സത്യകഥയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. അതല്ലെങ്കിൽ നിങ്ങളാണ് തെളിയിച്ചോളിയും. ഇനി അവിടേക്കൊന്നും പോണ്ട. നിങ്ങൾ അവിടെ ഉള്ള കോയപ്പാപ്പാന്റെ ജാർത്ത് കോയന്റെ പേരെന്താ? കുഞ്ഞഹമ്മദിന് കോയ എന്നുള്ള പേര് വന്നത് എങ്ങനെ? നാട്ടുകാര് വിളിച്ചതല്ല, നാട്ടുകാരെ മുഴുവൻ കാണുന്നോലെ മുഴുവൻ കുഞ്ഞഹമ്മദ് കോയേ എന്ന് വിളിക്കും. കോയ. അങ്ങനെ കോയ ഏതാണ് ആ കോയ നിസ്കരിച്ചിരുന്നോ? ആ കോയ ഇസ്ലാമിന്റെ ശരീഅത്ത് ബാലപാഠം എന്തെങ്കിലും അഭ്യസിച്ചിരുന്നോ? കോയ മറ്റേ ഭയങ്കര അങ്ങാടിയില് ഒരു പശു ചാണകട്ട് ആ ചാണകത്തിനെ തവാഫ് ചെയ്തവനല്ലേ കോയ? കുഞ്ഞഹമ്മദ് എന്ന് പറയുന്നത് എങ്ങനെ സ്വീകാര്യത? അന്ധവിശ്വാസികളാണ്. മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസികളാണ്. അല്ലാതെ അകിടൊന്നും പോണ്ട. നിങ്ങൾ ഭയങ്കര ഇവിടെ മണ്ണാർക്കാട് കൊടക്കാട് ഞങ്ങള് അല്ലത്തേക്ക് ആയിരക്കണക്കിന് ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ സ്വീകാര്യത വന്നത്? എന്താണ് കോയ പാപ്പ എന്നല്ല ചെങ്ങായെ കുഞ്ഞഹമ്മദ് എന്ത് നിങ്ങൾ വിളിച്ചോളി. അറിയുന്നത് ഈ കോയ നിസ്കരിച്ചത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ കോയ കുഞ്ഞഹമ്മദ് എന്ന് പറയുന്ന കോയ എന്ന് നിങ്ങൾ വിളിക്കുന്ന കുഞ്ഞഹമ്മദ് നിസ്കരിച്ചതായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു കുട്ടി കണ്ടിട്ടുണ്ടോ? ഉള്ള സമയത്ത് നിസ്കരിച്ചിരുന്നോ? നിസ്കരിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഉണ്ടാവും. ഞാൻ പറയുന്നു അല്ലേ, ഉടുമുണ്ട് പൊക്കിയിട്ട് നിന്ന് മൂത്രമൊഴിച്ചിട്ട് കറാമത്ത് കാട്ടിയ ആ കഥ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ കേൾക്കണുള്ളൂ വെച്ചെങ്കിൽ അത് അയാളുടെ മുനാജാത്തുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അയാളുടെ മഹത്വമായിക്കൊണ്ട് മൊയ്ലിയാക്കന്മാർ ഇത് പാടി പറഞ്ഞു നടക്കുന്നുണ്ട്. പിന്നെ പക്ഷെ അയാള് ജീവിക്കുന്ന കാലത്ത് പല പ്രമുഖ ആളുകളും അയാളെ കാണാൻ വന്നിട്ടുണ്ട്. ഏത് പ്രമുഖ ആള്? ബാഫയ്ക്ക് തങ്ങൾ അയാളെ കണ്ടു എന്നുള്ളതാണോ അയാളുടെ പോരിശ?
ബാഫക്കി തങ്ങൾ അല്ല ഒരു മിനിറ്റ്, ബാഫക്കി തങ്ങൾ സഹാബിയൊന്നും അല്ലേ? സഹാബി ആണെങ്കിൽ തന്നെ ബാഫക്കി തങ്ങൾ ഇവിടുത്തെ ഒരു ഒരാളാണ്, ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. അയാൾ വന്ന് കണ്ടുവച്ചിട്ട് നമ്മൾ എന്ത് വേണം? ഏതെങ്കിലും പിരാന്തൻ ആരെങ്കിലും കണ്ടീനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? പക്ഷേ നമ്മുടെയൊക്കെ കേരളത്തിലുള്ള ഇതാണ് നിങ്ങളുടെ വിശ്വാസം. നിങ്ങള് മുബഷിറേ, ഏതെങ്കിലും ബാഫക്കി ആരെങ്കിലും പോയി കണ്ടു എന്നുള്ളതല്ല കേട്ടോ. അയാള് ഔലിയാനെന്നും പറഞ്ഞിട്ട് തലയിലേറ്റാനുള്ള തെളിവ് ജനങ്ങളിടയിൽ സ്വീകാര്യത ഭൂരിപക്ഷാണോ സത്യത്തിന്റെ മാനദണ്ഡം? എന്നാലേ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണെന്ന് പഠിക്കാൻ ശ്രമിക്കുക. അള്ളാഹുവിന്റെ ഹബീബ് ഇവിടെ കൊണ്ടുവന്ന ദീൻ എന്താണെന്ന് പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും ജീവിതം ക്രമീകരിക്കാനും ശ്രമിക്കുക. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കുക. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ പോയിട്ട് നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെടാതിരിക്കുവാൻ എന്നാണ് ഈ ഉള്ളവന് പറയാനുള്ളത്. വിളിച്ചതിൽ സന്തോഷം, പരിചയപ്പെട്ടതിലും സന്തോഷം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബറകല്ലാഹു ഫീക്കും.